കില്ല് പടം കണ്ടു മക്കളെ, എന്നാ ഒരു കിടിലം പടമാണ്. സോ ഈ സിനിമ ഒരു വേർഡിൽ പറയാൻ പറഞ്ഞാൽ നമ്മുടെ ബീസ്റ്റത്തെ പാട്ട് പറയേണ്ടി വരും. തിറൈ തീ പിടിക്കും വെടി വെടിക്കും ഒരുത്തം വണ്ട പടം നടുങ്ങും. എന്റെ മോനെ വേറെ ലെവൽ പടം. സോ നിങ്ങൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ മൂവി, ഫുൾ ബ്ലഡ് ഷെഡ് ഉള്ള ഒരു സിനിമയാണ്, വയലൻസ് കൂടുതലുള്ള ഒരു സിനിമയ്ക്കാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ദയവായി നിങ്ങൾ ഈ സിനിമ കണ്ടിരിക്കണം. കാണാതെ പൊരുത്തി കാണാതെ വേറെ ഒന്നും കണ്ടിട്ട് കാര്യമില്ല. സോ പടം ഇപ്പോൾ OTT-യിൽ ഇറങ്ങിയിട്ട് എവിടെയൊക്കെ റെന്റിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയൊക്കെ റിലീസ് ചെയ്യാൻ പല സ്ഥലത്തിൽ ഞാൻ ലിങ്ക് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ മാക്സിമം ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണും. കാരണം അത്ര ഒരു ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ പൈസ ഇല്ലെങ്കിൽ OTT-യിൽ തന്നെ കണ്ടാൽ മതി, നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ബേസിക്കലി ഈ സിനിമയുടെ പ്ലോട്ട് പറയുമ്പോൾ ഒരു NSC കമാൻഡോ ഉണ്ട്. സോ ആളുടെ കാമുകിയുടെ കല്യാണം എൻഗേജ്മെന്റ് ആണ് പറഞ്ഞിട്ട് വരികയാണ് ഒളിച്ചോടാൻ വേണ്ടിയിട്ട്. സോ അവിടുന്ന് കാമുകി പറയുന്നത് നമുക്ക് ഡൽഹിയിൽ വെച്ച് കാണാം. അപ്പൊ അവർ ഈ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ട്രെയിൻ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരാണ്. ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പറഞ്ഞാൽ വെറും ഈ മുണ്ട് മടക്കി കുത്തി കത്തി മാത്രമല്ല, അവര് ജാമർ അങ്ങനെ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവര് വന്നിട്ട് കൊള്ളയടിക്കുന്നത്. അതിൽ 2 NSC കമാൻഡോസ് ഉണ്ട്. പിന്നെ അവിടുന്ന് അടിയുടെ പൂരം പറഞ്ഞ അടിയുടെ പെരുന്നാളാണ്. മുക്കാ ഭാഗം അടി പറഞ്ഞ ഊള അടിയൊന്നല്ല, കിടിലൻ ആക്ഷൻ പറഞ്ഞ കിടിലൻ. അവർ ഓരോരുത്തർ കൊല്ലുന്നതൊക്കെ കാണണം. ഏറ്റവും അപ്പോൾ നമ്മള് അത്രയും വയലൻസ് ആയിട്ട് മുഖം തിരിച്ചു പോകും. ഒരാളുടെ മുഖമൊക്കെ കത്തിച്ചൊക്കെ കൊല്ലുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെ വയലൻസ് റിലേറ്റഡ് മൂവീസ് ഇഷ്ടമെന്ന് വെച്ചാൽ എന്തായാലും കാണാം. പെർഫോമൻസ് വൈസ് സോ ലക്ഷ്യ എന്നുള്ളതാണ് ഈ നായകന്റെ പേര്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആളുടെ അധികം മൂവീസ്. ഇതിലുള്ള ഒരുവിധ ആൾക്കാരെല്ലാവരും ഈ യങ്സ്റ്റേഴ്സ് ആണ്, അതായത് വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരൊന്നും. പക്ഷെ അവരുടെ പെർഫോമൻസ് വേറെ എടുത്ത് പറയേണ്ട വില്ലന്റെ പെർഫോമൻസ് ആണ്. രാഘവ് ജോയൽ എന്താണ് ആളുടെ പേര്. ആൾ ബേസിക്കലി ഡാൻസർ കോറിയോഗ്രാഫർ ഒക്കെയാണ്. ഞാൻ ഏതൊക്കെ ഷോയിൽ കണ്ടിട്ടുണ്ട്. ആളുടെ ഒരു പെർഫോമൻസ് കണ്ടാൽ ലോകമാന്. പെട്രോൾ പമ്പിൽ ജോലിക്കാരനാണ്. പെട്രോൾ പമ്പിൽ കഴിഞ്ഞിട്ട് അയ്യോ എന്റെ അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആൾ എത്ര മാന്യമായിട്ട് പോകണമെന്ന് അറിയും. ബാക്കിയുള്ള വില്ലന്മാരെ പോലെ വുമണൈസറോ പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്ന ആൾക്കാരൊന്നും അല്ല. നേരെ കത്തിയെടുത്ത് കുത്തും പിടിച്ചിട്ട് ട്രെയിനിൽ പുറത്തേക്ക് ഇടും, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ തീർക്കാം. അങ്ങനത്തെ മാന്യനായ വില്ലനാണ്. അതേപോലെ തന്നെ നമ്മുടെ CID മ്യൂസിയത്തെ മറ്റേ നമ്മുടെ പോലീസ് ഓഫീസർ ആശിഷ് വിദ്യാർത്ഥി അങ്ങേരുണ്ട് ഈ സിനിമയിൽ. അങ്ങേരാണ് ഇവരുടെ ഹെഡായിട്ട് തലവനായിട്ട് നിൽക്കുന്നത്. ആളുടെ ഒരു അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. സോ സാധാരണ നമ്മൾ നോക്കുന്നത് CID മൂസ് കഴിഞ്ഞ ശേഷം ഇങ്ങേരെ എല്ലാവരും ഒരു കോമഡി പീസ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് എല്ലാ സിനിമയിലും ഇങ്ങേരെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. വില്ലന്റെ അടിവാങ്ങണം ഓടുന്നു പോകണം. ഇതിൽ അങ്ങേര് ഒരു കിഡിലൻ റോൾ. അതേപോലെ തന്നെ നല്ല ജയന്റ് സൈസ് ആയിട്ട് ഒരു ആളുണ്ട്, ഒരു അടി അടിക്കുന്നുണ്ട്. 10-100 അടി അടിച്ചാൽ ആൾ അനങ്ങില്ല. ആളുടെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും കിഡിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. സോ നിങ്ങളെ വേറെ ഏത് സിനിമ കണ്ടില്ലെങ്കിൽ ഈ സിനിമ കണ്ടിരിക്കണം. പലരും പറയുന്നുണ്ടായിരുന്നു ഹിന്ദി പടമല്ലേ ഞങ്ങൾ എങ്ങനെ പോയിട്ടാ കാണുക, ഒന്നും മനസ്സിലാവില്ല. വയലൻസ് സിനിമയ്ക്ക് എന്തോന്നിടെ ലാംഗ്വേജ്, അടി കാണാൻ മാണ്ടി മാത്രം വന്നാലും ഒരു നഷ്ടവും ഉണ്ടാവില്ല. സോ എന്തായാലും കണ്ടു നോക്കാം. തിയേറ്ററിൽ അവൈലബിൾ ആണ്. അവർ OTT-യിൽ ഏതിലൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ലിങ്ക് ഒക്കെ എവിടെയൊക്കെ കണ്ടിട്ടായിരുന്നു. മാക്സിമം തിയേറ്ററിൽ കണ്ടു നോക്കാം. പ്ലീസ് ഡു ഗോ ആൻഡ് വാച്ച്.